Hello friends, welcome back to Homemade Happiness with Disna. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണ് തോരൻ. സദ്യകളിലാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് തോരൻ എന്ന് പറയുന്നത്. പല പച്ചക്കറികൾ വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. വിറ്റാമിനും ഫൈബർ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള കാബേജ് വെച്ച് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റുള്ളൊരു കാബേജ് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാബേജ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കാബേജ് നമ്മളൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കാബേജാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാം വരും. കാബേജ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാരണം കാബേജ് ഉപ്പിനെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സബോള, അതും കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർക്കാം. അരമുറി നാളികേരം കൂടെ ചിരകിയത് ചേർത്ത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കൈ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അപ്പോൾ ഓരോന്നിൻ്റെയും ഫ്ലേവർ കാബേജിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാബേജ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നല്ലതാണ്, നമ്മുടെ കാബേജിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഉഴുന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് പരിപ്പിന് പകരം കടലപ്പരിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഒഴിവാക്കാം. ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എപ്പോഴും ഫ്ലെയിം സിമ്മിൽ വെച്ച് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാബേജ് മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കാബേജ് മൂടി വെച്ച് വേവിക്കുന്നില്ല, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കാബേജിലുള്ള വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഇറങ്ങി ഇത് തന്നെ വെന്ത് വന്നോളും, ആ വെള്ളത്തിൽ വെന്ത് വന്നോളും. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി വെള്ളം കൂടെ അതിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കാബേജ് കുഴഞ്ഞു പോകും. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാബേജ് തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.